നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല പല കേസുകൾ കാണുന്നു. അപ്പം സത്യത്തിൽ കേസുകൾ ഇരട്ടത്താപ്പമൊന്നല്ല, പുലിവാല് പിടിക്കാനുള്ള 10 വഴികൾ, അല്ലെങ്കിൽ പുലിവാല് പിടിക്കാൻ ഇതാ ഒരു പഠന സഹായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കണം. സ്വയം പുലിവാൽ പിടിക്കാൻ. ആ, സ്വയം പുലിവാൽ അങ്ങനെയാണ്, സ്വയം പോയി ചെന്ന് ഒരു കാര്യമില്ലാതെ പോയി പിടിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തലക്കെട്ടാണ് ഇതിൽ ചേരുക. കാരണം തൊടുന്നതെല്ലാം അബദ്ധം, ചെയ്യുന്നതെല്ലാം കുളം. ഇതാണ് ഈ 2 വരിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സർക്കാരിനെ കുറിച്ച് പറയാനുള്ളത്. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങളുടെ ഐശ്വര്യമെന്ന് KPCC ഓഫീസിൽ ബോർഡ് വെക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ N സുബ്രഹ്മണ്യൻ ചുളുവിൽ നേതാവ്, വലിയ നേതാവാണ് അദ്ദേഹം, സംസ്ഥാന നേതാവാണ്, വലിയ നേതാവുകയും ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള എയർ ടൈം സുഖമായി അവരെല്ലാവരും കൊണ്ടുപോവുകയും ഒരു തവണ കൂടി പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് വീണ്ടും മാധ്യമങ്ങളെല്ലാം തുടർച്ചയായി പ്ലേ ചെയ്യുകയും ചെയ്തു. അവസാനം വിജയശ്രീലാളിതനായി സർക്കാരിനെ വെല്ലുവിളിച്ച് സുബ്രഹ്മണ്യൻ പുറത്തിറങ്ങി പോവുകയും ചെയ്തു. അതാണ് ഇതുകൊണ്ടുണ്ടായ ആകത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൊതുചടങ്ങിൽ, ഒരേ ഒരു പൊതുചടങ്ങിൽ പോറ്റിയെ കണ്ടതുകൊണ്ടോ, സോണിയാഗാന്ധിയുടെ ഓഫീസിൽ പോറ്റി 2 തവണ പോയതുകൊണ്ടോ അതൊരു വിഷയമല്ല എന്നുള്ളതാണ്, അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഞാൻ ഇന്നലെയും അത് പറഞ്ഞിരുന്നു. അതൊരു വിഷയമേ അല്ല, അതൊരു പ്രശ്നമല്ല. അതേസമയം ദേവസ്വം ബോർഡ് മന്ത്രി പലതവണ പോറ്റിയുമായി പലയിടത്ത് വെച്ച് കണ്ടതിൻ്റെ കഥകളും ചിത്രങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് വേറെ എടുക്കണം. പക്ഷേ ഇത് രണ്ടും ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് സ്വയം നടിക്കുന്ന, അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇടിച്ചു കയറാനൊക്കെ പറ്റും. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. അങ്ങനെ ഇടിച്ചു കയറുമ്പോൾ ആ ചിത്രങ്ങൾ വെച്ച് കഥകളും ഉണ്ടാവും. അതും നിങ്ങൾ പ്രതീക്ഷിക്കണം. ഒരു രാഷ്ട്രീയ നേതാവുമ്പോൾ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉണ്ടാകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുക.